വിഷ്ണുവിൻ്റെ അവതാരമായ വാമനൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു നാടും നദിയും തിരുവനന്തപുരം ജില്ലയിലെ വാമനപുരം പ്രസിദ്ധിയാർജിച്ചത് തെക്കൻ കേരളത്തിലെ അറിയപ്പെടുന്ന ഏക വാമനമൂർത്തി ക്ഷേത്രം എന്ന നിലയ്ക്കാണ്. വാമനൻ്റെ കയ്യിലെ ഓലക്കുടയാണ് ഈ വാമനമൂർത്തി ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട്. കാണാം റിപ്പോർട്ട്. ദൈവമേ കേതൊഴാൻ. അഗസ്ത്യമലകളെ തൊട്ടിറങ്ങുന്ന ആറിന്റെ ഓരം ചേർന്നൊരു ക്ഷേത്രം. ഉലകളന്ത പെരുമാൾ കോവിൽ എന്നറിയപ്പെട്ടിരുന്ന ഇടം കാലപ്രവാഹത്തിൽ മാറി നഗരം വാമനപുരമെന്നും അമ്പലം തിരുവാമനപുരം ക്ഷേത്രമെന്നും. വാമനന് പ്രിയപ്പെട്ട ഓലക്കുടയാണ് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട്. ഭക്തർ സ്വപ്ന സാഫല്യത്തിനായി ഓലക്കുടയുമായി മൂർത്തിയെ കണ്ട് വണങ്ങും. ക്ഷേത്രാങ്കണത്തിൽ നിറയെ ഭക്തർ സമർപ്പിച്ച ഓലക്കുടകൾ. തെക്കൻ കേരളത്തിൽ വാമനനായൊരു ക്ഷേത്രമെന്നതും ചതുർബാഹു സങ്കല്പത്തിലുള്ള പ്രതിഷ്ഠയും അത്യപൂർവ കാഴ്ച. ക്ഷേത്രം പണിത കാലം ഇന്നും അജ്ഞാതമെങ്കിലും 1000 ആണ്ട് പിന്നിട്ട ചരിത്രരേഖകളുണ്ട് വാമനമൂർത്തി ക്ഷേത്രത്തിന് പറയാൻ. പണ്ടുകാലത്ത് ഈ ക്ഷേത്രത്തിലാണ് ഈ മൊത്തം നെൽപ്പാടങ്ങളുടെയും കറ്റ കൊണ്ടുവന്ന് മൊയ്തടിക്കുന്നത് ഇവിടെയായിരുന്നു. ഇവിടെ നിന്നാണ് അന്യദേശങ്ങളിലുള്ള ക്ഷേത്രങ്ങളിലേക്ക് ദൈനംദിന ആവശ്യങ്ങൾക്ക് സാധനങ്ങളും അരിയും മറ്റും കൊടുത്തുകൊണ്ടിരുന്നത്. പ്രധാന കാര്യങ്ങൾ നടക്കുന്ന ചിങ്ങമാസത്തിലെ തിരുവോണം നാളിലാണ്. തിരുവോണം നാളെന്ന് പറയുമ്പോൾ ചോതിനാൾ ഉത്സവം ചോതിനാൾ കൊറിയേറി തിരുവോണം നാളിൽ സമാപിക്കുകയാണ് ചെയ്യുന്നത്. ഓണം എല്ലായിടത്തും പോലെ വാമനപുരത്തും സവിശേഷമാണ്. ചിങ്ങം 1-ന് തൃക്കൊടിയേറ്റോടെ തുടങ്ങി 10 നാൾ നീണ്ട ആഘോഷത്തോടെ കൊടിയിറങ്ങുന്നു. തിരുവോണത്തിന് മാവേലിയെയും വാമനനെയും ഓർത്ത് ആയിരങ്ങൾ ക്ഷേത്രത്തിലെത്തുന്നു. ആദ്യകാലത്ത് അകവൂർ മനയുടെ അധീനതയിലായിരുന്ന ക്ഷേത്രം ഇപ്പോൾ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ്. പരാധീനതകളുടെ നടുവിൽ നിൽക്കുന്ന ക്ഷേത്രത്തിന് ഒരു പുനരുദ്ധാരണം കൂടി ആഗ്രഹിക്കുന്നുണ്ട് ഭക്തർ. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.